നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ യുവാവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി വിട്ടു നൽകാൻ കാലതാമസമുണ്ടായ സംഭവം. ആശുപത്രി വികസന സമിതിയിൽ വാക്കേറ്റം. വ്യക്തമായ മറുപടി നൽകാൻ കഴിയാതെ ആശുപത്രി അധികൃതർ. ടീപ്പോയിലെ ഗ്ലാസ് പൊട്ടി വീണ് പരിക്കേറ്റ 4 വയസ്സുകാരന് ദാരുണാന്ത്യം. കുണ്ടറ കുമ്പളം സ്വദേശികളായ സുനീഷ് റൂബി ദമ്പതികളുടെ മകൻ ഏതൻ സുനീഷാണ് മരിച്ചത്. ബുധനാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. ഹയർ സെക്കൻഡറി വിഭാഗം കൂടെയുണ്ട് കരുത്തേകാൻ പദ്ധതി സംസ്ഥാനതല പ്രവർത്തന ഉദ്ഘാടനം നടത്തി. ചവറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പ്രവർത്തന ഉദ്ഘാടനം. ദേശീയപാതയിൽ നീണ്ടകര വേട്ടുതറ ജോയിന്റ് ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മിക്കാൻ അനുമതി. സമരസമിതി സമരം അവസാനിപ്പിച്ചു. ഉത്തരവ് പ്രോജക്ട് ഡയറക്ടർക്ക് ലഭിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ആശുപത്രി വികസന സമിതിയിൽ വാക്കേറ്റം. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ യുവാവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി വിട്ടു നൽകാൻ കാലതാമസമുണ്ടായ സംഭവത്തിലാണ് ആശുപത്രി വികസന സമിതി യോഗത്തിൽ വാക്കേറ്റമുണ്ടായത്. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം രക്തം നൽകിയതിന് പിന്നാലെ മരിച്ച മണിയാർ സ്വദേശി മഹേഷ് കുമാറിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വിട്ടുനൽകാൻ കാലതാമസമുണ്ടായതുമായി ബന്ധപ്പെട്ടാണ് ആശുപത്രി വികസന സമിതിയിൽ വാക്കേറ്റമുണ്ടായത്. ഉച്ചയ്ക്ക് 1:45 മഹേഷ് കുമാർ മരിച്ചെങ്കിലും പുനലൂർ പോലീസിൽ അറിയിച്ചത് രാത്രി 9:30 സൂപ്രണ്ട് വിശദീകരിച്ചെങ്കിലും കാലതാമസമുണ്ടായത് എന്തുകൊണ്ടാണെന്ന് വികസന സമിതി അംഗം സി വിജയകുമാറിന്റെ ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാൻ സൂപ്രണ്ടിന് കഴിഞ്ഞു. ഇവിടെ വെച്ച് അറ്റാക്ക് ഉണ്ടായി, അല്ലെങ്കിൽ എന്തോ അസ്വാഭാവികമായി ഇവിടെ വെച്ച് മരണപ്പെട്ടു. ഇവിടെ വെച്ച് മരിച്ചു ഇവിടെ കൊണ്ടുവന്നതല്ലോ. ഇവിടെ ബ്ലഡ് കൊടുക്കാൻ വന്ന് ഇവിടെ വെച്ച് മരണപ്പെട്ട ഒരു പയ്യൻ, ചെറുപ്പക്കാരൻ, 36 വയസ്സേ ഉള്ളൂ. ആ പയ്യൻ മരണപ്പെട്ടിട്ട് അവന്റെ മൃതദേഹം ആംബുലൻസിൽ കയറ്റി വെച്ചിട്ട് 3 മണിക്കൂർ ഈ പുറത്ത് റോഡിൽ നിർത്തിയിരുന്ന ഒരു മര്യാദയാണ് അവർ ചെയ്യുന്നത്. ഇന്നലെ 3:10 ഇവിടുന്ന് കൊണ്ടുവരുന്നത്. സാധാരണ യുപിയിലൊക്കെയാണ് ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു ചെറുപ്പക്കാരൻ കേരളത്തിൽ ആദ്യമായിട്ട് ഇവിടുത്തെ ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് കൊടുത്തു. അതിന് പോലീസ് സ്റ്റേഷൻ ഇൻഡിവേഷൻ കൊടുക്കുന്ന പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നിന്നാണോ? പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ബോധ്യപ്പെട്ടില്ലേ? ഞാൻ ഒരു സംശയോടെ ചോദിക്കുന്നത്, ഈ ആശുപത്രിയിൽ ഡോക്ടേഴ്സ് പറയാം. ഇല്ല, ഇവിടെ നടന്നൊരു കാര്യത്തിന് ഇപ്പൊ ഇവിടെ ഡോക്ടർ ഇല്ലല്ലോ. ആരോടെ ചോദിക്കുന്നത്? ഈ ഇരിക്കുന്ന വിളക്കിനോടോ തൂണിനോടോ ചോദിച്ചിട്ട് കാര്യമുണ്ടോ? അതില്ലല്ലോ. ഞങ്ങൾ ഇവിടെ ഒന്ന് ചോദിക്കാനായിട്ട് വരുമ്പോഴേ ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് കൊടുക്കുന്നതിനുള്ള പ്രോട്ടോകോൾ കൃത്യമായി ഇവിടെ പാലിച്ചിട്ടുണ്ടായിട്ട് ഇദ്ദേഹത്തിന് ഇതിന് ബ്ലഡ് കൊടുത്തിട്ട് ഇറങ്ങുമ്പോൾ BP നോക്കേണ്ടതുണ്ടോ? നോക്കിയിട്ടില്ല. പിന്നെ ഞങ്ങൾ എന്തുകൊണ്ട് അതൊരു വിഷയമാക്കി തന്നെ മരണപ്പെട്ടത്? BP ലോയായി തന്നെ മരണപ്പെട്ടത് അന്നേരം തന്നെ പരിശോധിച്ച് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇപ്പൊ എന്തുകൊണ്ട് അതിനെ പറയാത്തെന്ന് പറഞ്ഞു? ഈ നാട്ടിൽ ഇനിയും ഈ പാവപ്പെട്ട ആളുകൾക്ക് ബ്ലഡ് കൊടുക്കാൻ ഇവിടെ വരണം. അതുകൊണ്ട് മാത്രം ഞങ്ങൾ അതൊരു വിവാദമാക്കിയാൽ അത് ആളുകൾ ആശങ്കപ്പെടും. അതുകൊണ്ട് മാത്രം അത് പറയാത്തത്. ഇപ്പോഴത്തെ പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്നത് അയാളെ പോസ്റ്റ്മോർട്ടത്തിന് ബോഡി അയക്കാൻ ഇത്രയും കാലതാമസം എന്തുകൊണ്ട് ഇവിടെ വന്നു? 11:30 മണിക്ക് പുനലൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ ഇവിടെ നേരിട്ട് വന്ന്, ചുമതലപ്പെടുത്തിയ സബ് ഇൻസ്പെക്ടർ നേരിട്ട് വന്ന്, മുനിസിപ്പൽ കൗൺസിലർ ബിപിൻ കൂടെ വന്ന് ഇവർ ഈ കാര്യങ്ങൾക്കെല്ലാം നടപടിയെടുത്ത് പറഞ്ഞു, അറിയിച്ചു. അവർ ബോഡി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ആംബുലൻസിലേക്ക് കയറ്റി വെച്ചിട്ട് ഇവിടുന്ന് പേപ്പർ കൊടുക്കുന്നില്ല. അവസാനം വന്ന് അന്വേഷിച്ച എല്ലാ സ്ഥലങ്ങളിലും നേഴ്സ് സൂപ്പറെടുത്ത് ഒന്ന് അന്വേഷിച്ചില്ല അന്നേരം ഈ കൗൺസിൽ ഉൾപ്പെടെയുള്ളത്. പക്ഷെ കൊടുത്തില്ല. അടുത്ത ദിവസം പോലീസ് എത്തി
മൃതദേഹം കൊണ്ടുപോകുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചെങ്കിലും ആശുപത്രി അധികൃതർ സഹകരിച്ചില്ല. പോലീസിനെയും നഗരസഭാ കൗൺസിൽ ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകരെയും ബ്ലഡ് ബാങ്കിലും മോർച്ചറിയിലും PRO ഓഫീസിലും നഴ്സിംഗ് സൂപ്രണ്ടിന് സമീപവും തലങ്ങും വിലങ്ങും ഓടിക്കുകയാണ് ആശുപത്രി അധികൃതർ ചെയ്തത്. 2 മണിക്ക് പോലീസ് ഉദ്യോഗസ്ഥൻ കത്ത് നൽകിയെങ്കിലും 3:10 വരെ മൃതദേഹം വിട്ടു നൽകാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കാനും ആശുപത്രി മാനേജ്മെന്റ് യോഗത്തിൽ ബന്ധപ്പെട്ടവർക്ക് കഴിഞ്ഞില്ല. ഇതേസമയം ആശുപത്രിയെ തകർക്കാൻ മാധ്യമങ്ങളും പൊതുപ്രവർത്തകരായ ചിലരും ബോധപൂർവം ശ്രമിക്കുകയാണെന്ന് ഭരണകക്ഷി അംഗങ്ങൾ ആരോപിച്ചു. പ്രാദേശിക ചാനലുകൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ആശുപത്രിയെക്കുറിച്ച് തെറ്റായ വാർത്തകൾ നൽകുകയും ആശുപത്രിയെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാണ് HMC അധികാരികൾ പറഞ്ഞത്. ആശുപത്രിയിൽ MRI സ്കാനിംഗ് സെന്റർ ആരംഭിക്കാനും അതിന് സ്വകാര്യ സ്ഥാപനങ്ങളെ സമീപിക്കാനും ആശുപത്രി വികസന സമിതി യോഗം തീരുമാനിച്ചു. സ്വകാര്യവൽക്കരണത്തെ എതിർക്കുകയും താലൂക്ക് ആശുപത്രി പോലെയുള്ള പൊതുസ്ഥാപനത്തിൽ സ്വകാര്യ സ്ഥാപനത്തിന്റെ കടന്നുകയറ്റമുണ്ടായാൽ അത് ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്നും വികസന സമിതി അംഗവും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമായ C. വിജയകുമാർ ആരോപിച്ചു. മരണപ്പെട്ട മഹേഷ് കുമാറുമായി ബന്ധപ്പെട്ട വിഷയം താലൂക്ക് ആശുപത്രിക്കുണ്ടായ വലിയ വീഴ്ച നൽകാൻ ആശുപത്രി വികസന സമിതിക്ക് നേതൃത്വം നൽകിയ MLA, മുനിസിപ്പൽ ചെയർപേഴ്സൺ, ആശുപത്രി സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർക്ക് കഴിഞ്ഞില്ല. ആശുപത്രി സൂപ്രണ്ട് നൽകിയ വിശദീകരണം 2 മണിക്ക് ഈ മഹേഷ് കുമാർ മരണപ്പെടുന്നു, പക്ഷേ പോലീസിൽ അറിയിച്ചത് രാത്രി 9:30-ക്കാണ്. ഇത്രയും വൈകിയത് എന്തിനാണ്? ഈ കാര്യത്തിനകത്ത് വിശദീകരണമില്ല. സോഷ്യൽ മീഡിയയും പ്രാദേശിക ചാനലുകളിലും ഈ വിഷയം വാർത്തയായി വന്നു എന്നാണ് ഡോക്ടർ പറയുന്നത്. ഒരാളും പരാതിപ്പെട്ടിട്ടില്ല, ഒരു പരാതിയും ബന്ധുക്കളുടെ ഭാഗത്തുനിന്നില്ല, സോഷ്യൽ മീഡിയയിലും പരാതിയില്ല. ഈ സംഭവം ഉണ്ടായി എന്ന് മാത്രമാണ് സോഷ്യൽ മീഡിയയിലും പ്രാദേശിക ചാനലുകളിലും വാർത്ത വന്നത്. പക്ഷേ അതിൻ്റെ പേരിൽ രാത്രി 9:30 വരെ വൈകി. അക്കാര്യത്തിൽ ആശുപത്രി സൂപ്രണ്ട് നൽകിയ വിശദീകരണം 2 മണിക്ക് മരണപ്പെട്ടു, 9:30-ക്കാണ് അറിയിച്ചിട്ടത്. വൈകിയത് എന്തായിരുന്നത് ഈ ആശുപത്രി വികസന സമിതിക്ക് മറുപടിയില്ല. അതുമാത്രമല്ല, പിറ്റേ ദിവസം പോലീസ് എത്തി. പരാതി മുഴുവൻ പോലീസിലാണ്. പോലീസ് എത്തി ആവശ്യമായ പേപ്പർ വർക്കുകൾ നടത്താൻ പോലീസിന് കഴിഞ്ഞില്ല യഥാസമയം. അതുകൊണ്ടാണ് യഥാസമയം ബോഡി വിട്ടുകൊടുക്കാൻ കഴിയാതിരുന്നത്. പക്ഷേ 2 മണിക്കാണ് സൂപ്രണ്ടിനെ സമീപിച്ചതെന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. മഹേഷ് കുമാറിന്റെ മൃതദേഹം വിട്ടുനൽകുന്നതിന് കാലതാമസം വരുത്തിയ ജീവനക്കാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് ആശുപത്രി വികസന സമിതി അംഗം C. വിജയകുമാർ യോഗത്തിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ആശമാരുടെ രാപ്പകൽ സമരയാത്രയ്ക്ക് ശാസ്താംകോട്ടയിൽ സ്വീകരണം നൽകി. കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് രാപ്പകൽ സമരയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. വിവിധ സംഘടനകൾ ജാഥയ്ക്ക് സ്വീകരണം നൽകി. ദേശീയപാതയിൽ നീണ്ടകര വേട്ടതറ ജോയിന്റ് ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മിക്കാൻ അനുമതി. ഇതോടെ ജനകീയ സമരം അവസാനിപ്പിച്ചു. സമരം അവസാനിപ്പിച്ച് നടത്തിയ സമ്മേളനം NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. വേട്ടതറയിൽ അടിപ്പാത ആവശ്യപ്പെട്ട് 85 ദിവസമായി സംയുക്ത സമരസമിതി ദേശീയപാതയോരത്ത് സമരം നടത്തിവരികയായിരുന്നു. തെക്കുംഭാഗം നീണ്ടകര, തേവലക്കര പ്രദേശങ്ങളിലെ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും നേതാക്കളും നാട്ടുകാരും വിവിധ സമുദായ സംഘടനകളും മതസംഘടനകളും സമരത്തിന് പിന്തുണയുമായി രംഗത്തുണ്ടായിരുന്നു. സംയുക്ത സമരസമിതി ഭാരവാഹികൾ ഡൽഹിയിലെത്തി കേന്ദ്രമന്ത്രിയെ NK പ്രേമചന്ദ്രൻ MPക്കൊപ്പം നേരിട്ട് കണ്ട് അടിപ്പാത ആവശ്യം ഉന്നയിച്ചിരുന്നു. സുജിത് വിജയൻപിള്ള MLAക്കൊപ്പം മുഖ്യമന്ത്രി, വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവരെ കണ്ട് വിഷയം അവതരിപ്പിച്ചു. നീണ്ടകര തെക്കുംഭാഗം വഴി കിഴക്കൻ പ്രദേശങ്ങളിലേക്കുള്ള പ്രധാന പാതയാണ് പടപ്പനാൽ വേട്ടുതറ. KSRTCയും സ്വകാര്യ ബസ്സുകളും ഉൾപ്പെടെ 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിലേക്ക് പ്രവേശിക്കുന്ന വേട്ടുതറയിൽ അടിപ്പാത അനിവാര്യമാണെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അതിനുശേഷമാണ് നമ്മൾ പുതിയൊരു പോയിന്റ് വെച്ചിരുന്നത്. ഞാനൊരു ഗവർണർ പ്രസിഡന്റിലും നേരത്തെ പറഞ്ഞത് ഹാർബറുമായി ബന്ധപ്പെട്ടുകൊണ്ട് 10,000 ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹാർബറാണ്. ഇന്ത്യ മഹാനഗരിലെ ഏറ്റവും 1ാമത്തെ ഫിഷിംഗ് ഹാർബറാണ് നമ്മുടെ ഹാർബർ. ആ ഹാർബറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നീണ്ട ഒരു തെക്കുവശത്ത് ചെറിയ ഒരു അടിപ്പാത മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അവർക്ക് പറ്റിയ കൊടിയ വിവരക്കേടും കൊടിയ അബദ്ധമാണ് എന്ന് ചേർത്ത് പറ്റിയത്. അപ്പൊ അങ്ങനെ വിഷയം കിടക്കുമ്പോഴാണ് പുതിയൊരു അടിപ്പാത ആ വിഷയം കവർ ചെയ്യാൻ വേണ്ടി അവരെ അനുവദിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് അവർ വന്നത്. ദേശീയപാതയിൽ ജോയിന്റ് ജംഗ്ഷനിൽ നിന്ന് പഴയ ദേശീയപാത വഴി നീണ്ടകര ഹാർബറിലേക്ക് പോകുന്ന വാഹനങ്ങളുടെ സൗകര്യം കൂടി പരിഗണിച്ചാണ് നിലവിൽ ജോയിന്റ് ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മിക്കാൻ തീരുമാനിച്ചത്. നിലവിൽ സംയുക്ത സമരസമിതിയുടെ പ്രവർത്തനങ്ങൾ അടിപ്പാത പൂർത്തിയാകും വരെ തുടരുമെന്നും സമരം താൽക്കാലികമായാണ് അവസാനിപ്പിച്ചിരിക്കുന്നതെന്നും MP പറഞ്ഞു. ആക്ഷൻ കൗൺസിൽ പിരിച്ചുവിടേണ്ട കാര്യമില്ല. ഈ അടിപ്പാത പൂർത്തീകരിക്കുന്നത് വരെ ആക്ഷൻ കൗൺസിലിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. തീർച്ചയായിട്ടും ആക്ഷൻ കൗൺസിലും ജനകീയ സമരവുമാണ്.
ജനപ്രതിനിധികളെയും കൂടുതൽ ഈ കാര്യത്തിൽ ഔത്സുക്യത്തിൽ കൊണ്ടുവരുന്നത്. ഞാനും മനോഹരമായി സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചൊരു കാര്യം, വാട്സപ്പിലൊക്കെ കേട്ട തെറി അഭിഷേകത്തിൽ നിന്ന് ഒരു ഇപ്പൊ പറഞ്ഞപ്പോഴാണ്, ബാജി ഇവിടെ സംസാരിച്ചപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഈ വാട്സപ്പിൽ തെറി വിളിച്ചവരാരും ഒരു ദിവസം പോലും ഈ സമരപ്പന്തലിൽ വന്നിരുന്നില്ല എന്ന് പറഞ്ഞപ്പോ എന്തെല്ലാം ആക്ഷേപങ്ങളാണ്, ഏതെല്ലാം തരത്തിലുള്ള ആരോപണങ്ങളാണ് ഞങ്ങളൊക്കെ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരുമായിട്ടുള്ള ഞങ്ങളൊക്കെ കേട്ടത്. പക്ഷെ അവർക്കൊക്കെ അത് പറയാൻ എളുപ്പമാണ്. പിന്നെ എല്ലാവരും ചോദിക്കുന്നത് MP MLA ഒന്നും ഇതിന്റെ ആദ്യത്തെ ഇത് കണ്ടില്ലേ? ഇതൊന്നും MP ആയിട്ടും MLA ആയിട്ടും ചോദിച്ചിട്ടല്ല ഡിസൈനും പ്ലാനും എസ്റ്റിമേറ്റും അലൈൻമെന്റും ഒന്നും തയ്യാറാക്കുന്നത് ജനപ്രതിനിധികളുമായിട്ടൊന്നും ആലോചിച്ചല്ല. നാഷണൽ ഹൈവേയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഇത് ആലോചിക്കും. ഇതൊക്കെ വന്ന് എത്രയോ കഴിഞ്ഞതിന് ശേഷമാണ്. ചെയർമാൻ തങ്കച്ചി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. മത്സ്യഫെഡ് ചെയർമാൻ ടി മനോഹരൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, ജില്ലാ പഞ്ചായത്ത് അംഗം S സോമൻ, നീണ്ടകര പഞ്ചായത്ത് പ്രസിഡന്റ് K രാജീവ്, ബാജി സേനാധിപൻ K പ്രഭാകരൻ പിള്ള, ജോസ് വിമൽ രാജ്, R രവീന്ദ്രൻ, ഷാജി S പള്ളിപ്പാടൻ, R ജയകുമാർ, I ഷിഹാബ്, ബീനാദയൻ, അനിൽകുമാർ, സാജുമോൻ, KR രവി, അരവിന്ദൻ പിള്ള, മീനാക്ഷി, ബേബി മഞ്ജു, അപർണ, സ്മിത, സിന്ധു, സീതാലക്ഷ്മി, BK വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. ടീപ്പോയിലെ ഗ്ലാസ് പൊട്ടിവീണ് പരിക്കേറ്റ 4 വയസ്സുകാരന് ദാരുണാന്ത്യം. കുണ്ടറ കുമ്പളം സ്വദേശികളായ സുനീഷ് റൂബി ദമ്പതികളുടെ മകൻ എയ്തൻ സുനീഷാണ് മരിച്ചത്. ബുധനാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. ബുധനാഴ്ച വൈകുന്നേരം എയ്തനും അമ്മയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. എയ്തനെ വീട്ടിലെ ഹാളിലാക്കിയ ശേഷം അമ്മ റൂബി കുളിക്കാനായി പോയി. കുളി കഴിഞ്ഞ് തിരികെ എത്തിയപ്പോഴാണ് ടീപ്പോയിലെ ഗ്ലാസ് പൊട്ടി ഗുരുതര പരിക്കേറ്റ നിലയിൽ എയ്തനെ കണ്ടത്. നാട്ടുകാരുടെ സഹായത്തോടെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞ് രക്തം വാർന്ന് അവശനിലയിലായിരുന്നു. കാലിലും തുടയിലും ഗ്ലാസ് തുളഞ്ഞു കയറിയ നിലയിലായിരുന്നു. അപകടത്തിനിടയാക്കിയ സാഹചര്യം എന്താണെന്ന് വ്യക്തമല്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുളി കഴിഞ്ഞ് റൂബി എത്തിയപ്പോൾ വാതിലിനോട് ചേർന്ന് തകർന്ന ടീപ്പോയും തൊട്ടടുത്ത് രക്തം വാർന്ന അവശനിലയിൽ കുട്ടിയെയുമാണ് കണ്ടത്. കുട്ടി ടീപ്പോ വാതിലിനടുത്തേക്ക് നീക്കിയിടുകയും അതിനു മുകളിൽ കയറി നിന്ന് വാതിലിന്റെ കുറ്റിയെടുക്കാൻ നോക്കിയപ്പോൾ ഗ്ലാസ് തകർന്ന് അപകടമുണ്ടായി എന്നാണ് പ്രാഥമിക നിഗമനം. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. സുഹൃത്തിനൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിച്ചയാൾ ഓടയിൽ വീണു മരിച്ചു. പന്മന സ്വദേശി ഷെരീഫാണ് മരിച്ചത്. 62 വയസ്സായിരുന്നു. കൂലിപ്പണിക്കാരായ ഇരുവരും ജോലി കഴിഞ്ഞു മടങ്ങവെ ഓടയ്ക്ക് സമീപം സ്കൂട്ടർ നിർത്തിയപ്പോൾ ഓടയിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. സുഹൃത്തിനൊപ്പം ബൈക്കിന് പിന്നിൽ സഞ്ചരിച്ചെത്തിയ വയോധികനാണ് ഓടയിൽ വീണ് മരിച്ചത്. പന്മന മാവേലി ഉപ്പൂന്നയിൽ വീട്ടിൽ 62കാരനായ ഷെരീഫാണ് മരിച്ചത്. കൂലിപ്പണിക്കാരനായ മൈനാഗപ്പള്ളി കല്ലുകടവ് സ്വദേശി ബാബുവും ഷെരീഫും ജോലി കഴിഞ്ഞു മടങ്ങവേ പന്മന പുതുശ്ശേരിക്കോട്ട ജുമാ മസ്ജിദിന് തെക്കുഭാഗത്ത് മനയിൽ സ്കൂളിലേക്കുള്ള റോഡിലേക്ക് പോകവേ ഓടയ്ക്ക് സമീപം സ്കൂട്ടർ നിർത്തി. ഷെരീഫ് സ്കൂട്ടറിൽ നിന്നിറങ്ങി സംസാരിച്ചു നിൽക്കവേ സമീപത്തുള്ള ഓടയിലേക്ക് വീഴുകയായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ സമീപത്തെ വീട്ടിലെ CCTVയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അബോധാവസ്ഥയിൽ കിടന്ന ഷെരീഫിനെ ഓടിക്കൂടിയ നാട്ടുകാരാണ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. എങ്കിലും രക്ഷിക്കാനായില്ല. സൗദ ബീവിയാണ് ഭാര്യ. ന്യൂസ് ബ്യൂറോ, ചവറ. കായംകുളം ദേവികുളങ്ങര കൂട്ടുംവാതിക്കൽ കടവ് പാലത്തിൽ നിന്ന് യുവാവ് കായലിലേക്ക് ചാടി. ഐക്യ ജംഗ്ഷൻ പുളിമുക്ക് സ്വദേശി രാഹുലാണ് ചാടിയത്. ബുധനാഴ്ച രാത്രിയാണ് സംഭവം. കായംകുളത്ത് നിന്നും പോലീസും അഗ്നിരക്ഷാസേനയും തിരച്ചിൽ നടത്തുകയാണ്. കഴിഞ്ഞ ദിവസമാണ് രാഹുൽ വിദേശത്ത് നിന്നും നാട്ടിലെത്തിയത്. കായംകുളം ഐക്യ ജംഗ്ഷൻ പുളിമുക്ക് സ്വദേശി 21കാരനായ രാഹുലാണ് കൂട്ടുംവാതിക്കൽ കടവിൽ നിന്നും കായംകുളം കായലിലേക്ക് ചാടിയത്. ബുധനാഴ്ച രാത്രിയായിരുന്നു സംഭവം. പോലീസും അഗ്നിരക്ഷാസേനയും തെരച്ചിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് രാഹുൽ വിദേശത്തു നിന്നും നാട്ടിലെത്തിയത്. സുഹൃത്തിനൊപ്പം പാലത്തിലൂടെ സഞ്ചരിക്കവേ ബൈക്ക് നിർത്തി പാലത്തിൽ നിന്നും കായംകുളം കായലിലേക്ക് ചാടുകയായിരുന്നു. വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ് രാഹുലിന് ഒരു ഫോൺ കോൾ വന്നിരുന്നതായും ഇതിനുശേഷം രാഹുൽ പരിഭ്രാന്തനായിരുന്നതായും സുഹൃത്തുക്കൾ പറഞ്ഞു. സുഹൃത്തുക്കളുമൊത്ത് പാലത്തിലെത്തിയപ്പോൾ വാഹനം നിർത്താൻ ആവശ്യപ്പെടുകയും തുടർന്ന് പാലത്തിൽ നിന്നും ചാടുകയുമായിരുന്നു. ശക്തമായ അടിയൊഴുക്കുള്ള സമയമായതിനാലാണ് തിരച്ചിൽ ദുഷ്കരമായിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കായംകുളം. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി നഗരസഭയിൽ ജെൻഡർ റിസോഴ്സ് സെന്റർ ആരംഭിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിലുള്ള 55ാമത്തെ ജെൻഡർ റിസോഴ്സ് സെന്ററാണ് കരുനാഗപ്പള്ളി കുടുംബശ്രീ CDSൽ ഉദ്ഘാടനം ചെയ്തത്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന 55ാമത്തെ ജെൻഡർ റിസോഴ്സ് സെന്ററാണ് കരുനാഗപ്പള്ളി കുടുംബശ്രീ CDSൽ ആരംഭിച്ചത്.
സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ അവയെ ചെറുക്കുന്നതിനും ശിശു സ്ത്രീ വയോജന സൗഹൃദ പ്രാദേശിക ഇടം സൃഷ്ടിക്കുന്നതിനുള്ള അവബോധ പരിശീലനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി രൂപീകരണ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകൽ, കൗൺസിലിംഗ്, വരുമാനദായക പ്രവർത്തനങ്ങൾ, നിയമസഹായം നൽകൽ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള സംവിധാനമാണ് ജെൻഡർ റിസോഴ്സ് സെന്റർ. ആഴ്ചയിൽ ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ കമ്മ്യൂണിറ്റി കൗൺസിലറുടെ സേവനം ഇവിടെ ലഭ്യമാക്കും. നഗരസഭാ ചെയർമാൻ പടിപ്പുര ലത്തീഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യമായിട്ട് കരുനാഗപ്പള്ളി നഗരസഭയിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. നമ്മുടെ നാട്ടിൻപുറത്തുണ്ടാകുന്ന വിവിധ കുടുംബാവസ്ഥകൾ, അതുപോലെ കുട്ടികൾക്കുണ്ടാകുന്ന പീഡനം, അതുപോലെ എല്ലാ വിഷയങ്ങളും ഇവിടെ വന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ജെൻഡർ റിസോഴ്സ് സെന്റർ നമ്മളിവിടെ ആരംഭിക്കുന്നത്. CDS ചെയർപേഴ്സൺ എസ് ഷീബ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് ഇന്ദുലേഖ, കുടുംബശ്രീ ജില്ലാ മിഷൻ പ്രോഗ്രാം മാനേജർ ആർ ബീന, നഗരസഭാ സെക്രട്ടറി സന്ദീപ് കുമാർ, മെമ്പർ സെക്രട്ടറി സുചിത്ര, സിറ്റി മിഷൻ മാനേജർ ദീപ കെ പ്രഭാകർ, സ്നേഹിത സർവീസ് പ്രൊവൈഡർ ഡി ധന്യ, എസ് ഫസീല തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലകളിലും എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലും ജിയാസുകളുണ്ടെങ്കിൽ പോലും കൊല്ലം ജില്ലയിൽ 55 എണ്ണം മാത്രമാണ് ഇവിടെ ആരംഭിക്കുന്നത്. പിന്നെ അതിനകത്ത് മുനിസിപ്പാലിറ്റി തലങ്ങളിൽ വിശ്വസിച്ച് നോക്കുമ്പോൾ രണ്ടാമത്തെ ജിയാസ് എന്ന് പറയുന്നത് കരുനാഗപ്പള്ളിയിൽ തന്നെയാണ്. എങ്കിലും വളരെ സന്തോഷമുണ്ട്. വൈകിയാണെങ്കിൽ പോലും നമുക്കത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ജിയാസുകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും അതുപോലെ തന്നെ വയോജനങ്ങളും ഒക്കെ നേരിടുന്ന അതിക്രമങ്ങളും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ തന്നെ അവർക്ക് തുറന്നു പറയാൻ പറ്റുന്ന ഒരു വേദി എന്ന നിലയിലാണ് ജെൻഡർ റിസോഴ്സ് സെന്ററുകൾ ആരംഭിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുപന്നി ശല്യം വർദ്ധിക്കുന്നു. കാട്ടുപന്നികൾ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നത് പതിവാകുകയാണ്. മഠത്തിൽ കാരാൻമ, കൊറ്റമ്പള്ളി, വയനകം, ഞക്കനാൽ പ്രദേശങ്ങളിലാണ് പന്നിശല്യം രൂക്ഷമാകുന്നത്. കഴിഞ്ഞ ദിവസം മഠത്തിൽ കാരാൻമയിൽ കൃഷിയിടം പന്നിക്കൂട്ടം നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം മഠത്തിൽ കാരാൻമ വാഴപ്പള്ളി തെക്കതിൽ ഷിബുവിന്റെ കൃഷിയിടത്തിലാണ് പന്നികൾ ആക്രമണം നടത്തിയത്. ചീനി, ചേന, വാഴ എന്നിവ നശിപ്പിച്ചു. രാത്രികാലങ്ങളിൽ കൂട്ടമായി എത്തുന്ന പന്നികളാണ് കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നത്. വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നതിനാൽ ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടാകുന്നത്. പന്നിയെ പേടിച്ച് പലരും കൃഷി നിർത്തുന്ന സ്ഥിതിയാണ്. പന്നിശല്യത്തെക്കുറിച്ച് വനം വകുപ്പിനുൾപ്പെടെ നിരവധി പരാതികൾ നൽകിയിട്ടും ശാശ്വതമായ പരിഹാരം കാണാൻ അധികൃതർ ശ്രമിക്കുന്നില്ലെന്ന് പഞ്ചായത്ത് അംഗം മാളു സതീഷ് പറഞ്ഞു. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലകളിൽ, അതായത് മഠത്തിക്കാരായ്മ, കൊറ്റമ്പള്ളി വാർഡുകളിലെല്ലാം കാട്ടുപന്നിയുടെ ശല്യം ഏറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 1-2 മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ കാട്ടുപന്നി കയറി ഒട്ടനവധി ആൾക്കാരുടെ കൃഷികളാണ് നശിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇത് തൊട്ടടുത്ത് മാവണ്ണവടിക്ക് ആ വീട്ടിലെ കൃഷികൾ മൊത്തം നശിപ്പിച്ച് ഒട്ടനവധി ചീനിയും അതുപോലെ തന്നെ ചേന, ചേമ്പ്, കാച്ചിൽ എല്ലാ വസ്തുക്കളും അത് നശിപ്പിച്ച് ഇപ്പോൾ വാഴപ്പള്ളി കിഴക്കതിൽ ഷിബുവിൻ്റെ വീട്ടിൽ, ഷിബു കഷ്ടപ്പെട്ടുണ്ടാക്കിയ കൃഷിയിടമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒട്ടനവധി കൃഷികളാണ് ഉള്ളത്. ഇപ്പോൾ നശിപ്പിച്ചത് ചീനി, ചേന, വാഴ, അതുപോലെ മറ്റ് പച്ചക്കറികളായാലും എല്ലാം നശിപ്പിച്ച് അത് അവർക്ക് ഉപയോഗിക്കാത്ത രീതിയിലാക്കിയിട്ടേക്കുകയാണ്. നമ്മൾ നേരത്തെ തന്നെ ഇത് ഫോറസ്റ്റിനെ അറിയിക്കുകയും അവിടെ നിന്ന് യാതൊരു നടപടിയും നമുക്കുണ്ടായിട്ടില്ല. വ്യാപകമായി കൃഷി നശിക്കുമ്പോൾ കൃഷി ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും പന്നിയെ തുരത്താനുള്ള പുതിയ നിയമങ്ങൾ കൊണ്ടുവരണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. നേരത്തെയും പലരുടെയും കൃഷി നശിപ്പിക്കുകയും എൻ്റെ കൃഷി നശിപ്പിക്കുകയും ഇന്നലെ രാത്രിയിൽ വ്യാപകമായി എൻ്റെ കൃഷി നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഇനി തുടരെ വന്നിട്ട് ആളുകൾക്കും ഭീഷണിയാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ അധികാരിപ്പെട്ടുകളോ പഞ്ചായത്തോ സർക്കാരോ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റോ ഇതിന് വേണ്ട ഒരു നടപടി സ്വീകരിക്കണമെന്ന് ഉള്ള അപേക്ഷയാണ്. ഇല്ല എന്നുവരിൽ ഇതുകൊണ്ട് വളരെ ദുരന്തങ്ങൾ സംഭവിക്കാൻ സാധ്യതകളുണ്ട്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടത്തും. ഓഗസ്റ്റ് 10-11 തീയതികളിലാണ് സമ്മേളനം നടത്തുന്നത്. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റ് 10-11 തീയതികളിൽ ആലപ്പുഴയിൽ നടക്കും. സമ്മേളനത്തിൽ മന്ത്രിമാരായ GR അനിൽ, സജി ചെറിയാൻ, KC വേണുഗോപാൽ MP, രമേശ് ചെന്നിത്തല MLA, H സലാം MLA, കൊടിക്കുന്ന് സുരേഷ് MP, സഹോദര സംഘടനാ ഭാരവാഹികളായ G സ്റ്റീഫൻ MLA, കാടാമ്പുഴ മൂസ, കൃഷ്ണപ്രസാദ്, അഡ്വക്കേറ്റ് സജിലാൽ എന്നിവർ പങ്കെടുക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി സൗഹൃദ സമ്മേളനം, കുടുംബസംഗമം, വനിതാ കൂട്ടായ്മ, മുതിർന്ന റേഷൻ വ്യാപാരികളെ ആദരിക്കൽ, പ്രതിനിധി സമ്മേളനം
എന്നിവയും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതുപോലെ റേഷൻ വ്യാപാരികൾ അവഗണിക്കപ്പെട്ട ഒരു കാലഘട്ടം മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. 2018 ആണ് ഞങ്ങൾക്ക് ആദ്യമായി ഒരു വേതന പാക്കേജ് അംഗീകരിച്ച് നൽകിയത്. അന്ന് ആ സമയത്ത് തന്നെ ഞങ്ങൾ വിയോജിപ്പ് പറഞ്ഞിരുന്നു. 12,000 രൂപ വേതനം നിശ്ചയിച്ചപ്പോൾ 750 രൂപ പോലും ഒരു ദിവസമില്ല. കേരളത്തിൽ ദിവസവേതനക്കാർക്ക് 750 രൂപ കൊടുക്കുന്ന സംസ്ഥാനം. ഞാനന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ശരിയാണ്, ന്യായമാണ്. നമുക്കൊരു പുതിയ സ്കീമിലേക്ക് മാറിയതല്ലേ, നമുക്കൊരു 6 മാസം ഒന്ന് കാത്തിരിക്കാം. 6 മാസം കഴിയുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മാറ്റങ്ങൾ വരുത്തി നമുക്കൊരു വേതന പാക്കേജ് പരിഷ്കരിക്കാം എന്ന് 2018 ജൂലൈ മാസത്തിൽ പറഞ്ഞതാണ്. 7 കൊല്ലം കഴിഞ്ഞു. നാളിതുവരെ അത് പുനഃപരിശോധിക്കാനോ പരിഷ്കരിക്കുവാനോ ഈ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. നിരന്തരമായി ഞങ്ങൾ പല വിധത്തിൽ നിവേദനങ്ങൾ കൊടുത്തു. ഒട്ടേറെ സമരങ്ങൾ, സൂചനാ സമരം, കടയടപ്പ് സമരം, കടയടച്ച് 2 ദിവസം രാപ്പകൽ സമരം തിരുവനന്തപുരത്ത് പാളയത്ത് രക്തസാക്ഷി മണ്ഡപത്തിൽ. ഇതുകൊണ്ടൊന്നും നടക്കാതെ വന്നപ്പോഴാണ് ഞങ്ങൾ അനിശ്ചിതകാല കടയടപ്പ് സമരം പ്രഖ്യാപിച്ചത്. ജനുവരി മാസം 27-ാം തീയതി മുതൽ ഓഗസ്റ്റ് മാസം 10, 11 തീയതികളിലാണ് ഈ സംസ്ഥാന സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ മുന്നൊരുക്കമായി താലൂക്ക് ജില്ലാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൂലൈ 15 മുമ്പ് എല്ലാ ജില്ലകളിലും താലൂക്കുകളിലും സമ്മേളനങ്ങൾ നടക്കും, തെരഞ്ഞെടുപ്പും നടക്കും. ഓഗസ്റ്റ് 10, 11 തീയതികളിൽ ഇവിടെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടത്തുവാൻ അതിനുവേണ്ടിയുള്ള സ്വാഗത സംഘം എടുത്തു. ആ സ്വാഗത സംഘത്തിൻ്റെ ഭാരവാഹികളാണ് എന്നോടൊപ്പം ഉള്ളത്. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജോണി നെല്ലൂർ, ഭരണിക്കാവ് മോഹനൻ, ഉണ്ണികൃഷ്ണപിള്ള, ജോസ് കാവനാട്, പ്രഭകുമാർ, മുരളി വൃന്ദാവനം, അനിൽ തോമസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ഹയർ സെക്കൻഡറി വിഭാഗം കൂടെയുണ്ട് കരുത്തേകാൻ പദ്ധതിയുടെ സംസ്ഥാനതല പ്രവർത്തന ഉദ്ഘാടനം നടത്തി. ചവറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പ്രവർത്തന ഉദ്ഘാടനം. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ഹയർ സെക്കൻഡറി വിഭാഗം കൂടെയുണ്ട് കരുത്തേകാൻ പദ്ധതിയുടെ സംസ്ഥാന സ്കൂൾ തല പ്രവർത്തനോദ്ഘാടനമാണ് ചവറയിൽ നടത്തിയത്. ചവറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ഹയർ സെക്കൻഡറി അക്കാദമിക വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ പദ്ധതിയുടെ നിർവഹണ ചുമതല ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം, ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൗൺസിലിംഗ് എന്നീ ഏജൻസികൾക്കാണെന്ന് മന്ത്രി പറഞ്ഞു. സമഗ്ര വിദ്യാർത്ഥി രക്ഷാകർതൃ അധ്യാപക ശാക്തീകരണം എന്ന പേരിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പദ്ധതി നടപ്പാക്കുന്നത്. വിവിധ സർക്കാർ ഏജൻസികളുടെ സംയോജിതമായ സമഗ്ര പിന്തുണാ സംവിധാനം പദ്ധതിയുടെ ആസൂത്രണ നിർവഹണങ്ങളിൽ ഉറപ്പാക്കിയിട്ടുണ്ട്. കൗമാര വിദ്യാർത്ഥികളിലെ അനഭിലഷണീയ പ്രവണതകൾക്ക് ശാസ്ത്രീയ മാർഗങ്ങളിലൂടെ ശാശ്വത പരിഹാരം കാണാനും ഒപ്പം യുവതലമുറയിൽ നവകേരള നിർമ്മിതിയെ സംബന്ധിച്ച് ആരോഗ്യകരമായ മനോഭാവം വളർത്താനും പദ്ധതി സഹായകരമാകുമെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും നിയമാവബോധം, കുട്ടികളുടെ മാനസിക സുസ്ഥിതി, സമൂഹത്തിന് മുതൽക്കൂട്ട്, കൗമാര പെരുമാറ്റങ്ങളിലെ അപകട സാധ്യതകളും സംരക്ഷണ ഘടകങ്ങളും, ജീവിതമാണെന്റെ ലഹരി, വാഹന ഉപയോഗം അറിയേണ്ടതും പാലിക്കേണ്ടതും, കാര്യക്ഷമമായ രക്ഷാകർതൃത്വം എന്നിങ്ങനെ 7 മൊഡ്യൂളുകളാണ് പദ്ധതിയുടെ ഭാഗമായി തയ്യാറാക്കിയിട്ടുള്ളത്. നൂതനവും ആകർഷകവും ശാസ്ത്രീയവുമായി തയ്യാറാക്കിയിട്ടുള്ള പ്രവർത്തനാധിഷ്ഠിത മൊഡ്യൂളുകൾ അനുഭവാത്മക ജ്ഞാന നിർമ്മിതിക്കും അഭിലഷണീയമായ പെരുമാറ്റ വ്യതിയാനങ്ങൾക്കും വഴിയൊരുക്കുമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. കൗമാരക വിദ്യാർത്ഥികളുടെ മൂല്യാധിഷ്ഠിത വ്യക്തിത്വ വികസനം സാധ്യമാക്കിക്കൊണ്ട് കേരള പാഠ്യപദ്ധതി വിഭാവനം ചെയ്യുന്ന ജ്ഞാന സമൂഹത്തിന് അനുയോജ്യരായ ഭാവി പൗരന്മാരായി അവരെ പരിവർത്തനപ്പെടുത്തുവാൻ ഉതകുന്ന ഒരു കർമ്മപദ്ധതി കൂടെയുണ്ട് കരുത്തേകാൻ സമഗ്ര വിദ്യാർത്ഥി രക്ഷാകർതൃ അധ്യാപക ശാക്തീകരണം എന്ന പേരിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ്. ഹയർ സെക്കൻഡറി വിഭാഗത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. വളരെ കുറ്റമറ്റതായി തുടക്കത്തിൽ തന്നെ നടപ്പിലാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു എന്നുള്ള കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. വിവിധ ഗവൺമെൻറ് ഏജൻസികളുടെ സംയോജിതമായ സമഗ്ര പിന്തുണ സംവിധാനം പദ്ധതിയുടെ ആസൂത്രണ നിർവഹണത്തിൽ ഉറപ്പാക്കിയിട്ടുണ്ട്. കൗമാരക വിദ്യാർത്ഥികളിലെ അനഭിലഷണീയ പ്രവണതകൾക്ക് ശാസ്ത്രീയ മാർഗങ്ങളിലൂടെ ശാശ്വത പരിഹാരം കാണാനും ഒപ്പം യുവതലമുറയിൽ നവകേരള നിർമ്മിതിയെ സംബന്ധിച്ച് ആരോഗ്യകരമായ മനോഭാവം വളർത്താനും ഈ പദ്ധതി സഹായകരമാണ്. വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും നിയമാവബോധം, കുട്ടികളുടെ മാനസിക സുസ്ഥിതി, സമൂഹത്തിന് മുതൽക്കൂട്ട്, കൗമാരക പെരുമാറ്റങ്ങളിലെ അപകട സാധ്യതകളും സംരക്ഷണ ഘടകങ്ങളും, ജീവിതമാണ് എൻ്റെ ലഹരി, വാഹനോപയോഗം അറിയേണ്ടതും പാലിക്കേണ്ടതും, കാര്യക്ഷമമായ രക്ഷാകർതൃത്വം എന്നിങ്ങനെ 7 മൊഡ്യൂളുകളാണ് പദ്ധതിയുടെ ഭാഗമായി തയ്യാറാക്കിയിട്ടുള്ളത്. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA അധ്യക്ഷത വഹിച്ചു. പ്രത്യേകിച്ചും നമുക്കെല്ലാം സംസ്ഥാനത്തും അതുപോലെ വിശ്വപ്രസിദ്ധവുമായിട്ടുള്ള പ്രൊഫസർ ONV കുറുപ്പ് സാർ പഠിച്ച സ്കൂള്
അദ്ദേഹം തന്നെ തൻ്റെ വരികളിലൂടെ പ്രസിദ്ധമാക്കിയിട്ടുള്ള ആ തിരുമുറ്റം ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മെയ്യുന്ന തിരുമുറ്റത്ത് എത്തുവാൻ മോഹം എന്ന് അദ്ദേഹം പാടി പ്രസിദ്ധമാക്കിയ ആ സ്കൂളിൽ തന്നെ ഇങ്ങനെ ഒരു കർമ്മം നടക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷവും ആവേശവും നൽകുന്നതാണ്. കുട്ടികളുടെ ഭൗതികമായിട്ടുള്ള വികസനത്തിനും കായികമായിട്ടുള്ള വികസനത്തിനും കലാപരമായിട്ടുള്ള വശത്തിനുമൊക്കെ ഉതകുന്ന രീതിയിലുള്ള ഭൗതിക സാഹചര്യങ്ങളും മറ്റ് സാഹചര്യങ്ങളും ഒക്കെ ഒരുക്കിക്കൊണ്ട് ഈ ജനകീയ സർക്കാർ വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നു. ഇനി പാഠ്യപദ്ധതിയിൽ എന്തെങ്കിലും പോരായ്മകൾ ന്യൂനതകൾ ഉണ്ടെങ്കിൽ അതുകൂടി പരിഹരിക്കുന്ന രീതിയിലുള്ള കുട്ടികൾ അറിയേണ്ട പൊതുവിജ്ഞാനം സമൂഹത്തിലേക്ക് കുട്ടികൾ 18 വയസ്സുകാരെത്തുമ്പോൾ അറിയേണ്ടതുമായിട്ടുള്ള സകലതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൂടികൊണ്ട് കരുത്തേകാനുള്ള പദ്ധതി തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ ഇപ്പം തന്നെ പൊതുവിദ്യാഭ്യാസത്തിൽ പഠിക്കുന്ന കുട്ടികളെല്ലാം തന്നെ ലോകത്തിലെ ഏത് യൂണിവേഴ്സിറ്റിയിൽ പോകാനും ഏത് സ്ഥലത്ത് പോയി പഠിക്കുവാനും വലിയ ആത്മവിശ്വാസം നേരിട്ടുള്ള കുട്ടികളാണ്. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ, ചവറ GHSS SMC ചെയർമാൻ ജയകുമാർ MJ, MPTA പ്രസിഡന്റ് ശിവരഞ്ജിനി, NSS ക്ലസ്റ്റർ കൺവീനർ R ഗിരീഷ്, പ്രഥമാധ്യാപിക എലിസബത്ത് ഉമ്മൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ യുവാവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി വിട്ടു നൽകാൻ കാലതാമസമുണ്ടായ സംഭവം. ആശുപത്രി വികസന സമിതിയിൽ വാക്കേറ്റം. വ്യക്തമായ മറുപടി നൽകാൻ കഴിയാതെ ആശുപത്രി അധികൃതർ. ടീപ്പോയിലെ ഗ്ലാസ് പൊട്ടി വീണ് പരിക്കേറ്റ 4 വയസ്സുകാരന് ദാരുണാന്ത്യം. കുണ്ടറ കുമ്പളം സ്വദേശികളായ സുനീഷ് റൂബി ദമ്പതികളുടെ മകൻ ഏതൽ സുനീഷാണ് മരിച്ചത്. ബുധനാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. ഹയർ സെക്കൻഡറി വിഭാഗം കൂടെയുണ്ട് കരുത്തേകാൻ പദ്ധതി സംസ്ഥാനതല പ്രവർത്തന ഉദ്ഘാടനം നടത്തി. ചവറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പ്രവർത്തന ഉദ്ഘാടനം. ദേശീയപാതയിൽ നീണ്ടകര വേട്ടുതറ ജോയിന്റ് ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മിക്കാൻ അനുമതി. സമരം അവസാനിപ്പിച്ചു. ഉത്തരവ് പ്രോജക്ട് ഡയറക്ടർക്ക് ലഭിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.